നമ്മൾ ഒറ്റ മൈൻഡ് സ്വർണം വെച്ചിട്ടുണ്ട്. ഷോ ഇല്ല എന്നൊരു വാക്ക് പറയാ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങി നമ്മളെ തിരിച്ചു പോകാൻ പാടില്ല. ഓക്കെ, ലിവ് ഇൻ ദ പ്രസന്റ്, നോട്ട് ഇൻ ദ ഫ്യൂച്ചർ ഓർ ഇൻ ദ പാസ്റ്റ്. അല്ല എന്റെ മോനെ, നിനക്ക് അത് നോക്കി ഇതൊക്കെയല്ലേ ശരിക്കും ലൈഫിൽ ആസ്വദിക്കേണ്ട കാര്യങ്ങള്. നാളെ പനിയും പിടിച്ചു കിടക്കണം. അപ്പം നമ്മളിന്ന് സിനിമ കാണാൻ വന്നേക്കോണേ. ഞായറാഴ്ച ചുമ്മാ ബോറടിച്ചിരുന്ന സമയത്തുണ്ടല്ലോ, കൂട്ടുകാരെ വിളിച്ചിട്ട് പറയണേ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, പടത്തിനങ്ങ് ഇറങ്ങി. റോന്ത്, നമ്മുടെ റോഷൻ്റെ ഒക്കെ സിനിമയാണ് റോന്ത്. അപ്പം അതിന് വന്നേക്കാണ്. അമ്മരിപ്പം എത്തും. ഞാൻ വന്നിട്ട് 11:30ക്കാണ് സിനിമ. കുറച്ച് നേരത്തെ ആയിപ്പോയി. 11 മണിയായപ്പോഴത്തേക്ക് എത്തി. ട്രാഫിക് ഉണ്ടാവും, കൊട്ടിയോത്സവമൊക്കെ ആയതുകൊണ്ട് ട്രാഫിക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. പക്ഷേ വലിയ ട്രാഫിക്കൊന്നും എനിക്ക് ഈ വഴി അനുഭവപ്പെട്ടില്ല. കേളകം കഴിഞ്ഞ് അങ്ങോട്ട് നല്ല ട്രാഫിക് ആയിരിക്കുമേ. അവിടെ എൻ്റെ ഒക്കെ 11 മണി. നന്നായി, വെരി ഗുഡ്. ഇന്നത്തെ നിങ്ങൾ സാധനം കിട്ടിയത്. ബ്ലോക്ക് ഒന്നുമില്ലല്ലോ. ഏത് വഴി? നിങ്ങളാ വഴി വന്നേ? പേരായിരുന്നു ഒരു ബ്ലോക്കും ഇല്ല. അതെയോ? പേരായിരുന്നു ഒരു ബ്ലോക്കും ഇല്ല. ഞാൻ കൂളായി എത്തി. സിനിമയ്ക്ക് വന്നിട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:26 ഇത് കണ്ടോ, 11:26. 11:30ക്കാണ് ഷോ. ഇതുവരെ ആരും വന്നിട്ടില്ല. അവിടെ ബുക്കിംഗ് കൗണ്ടറിൽ ആരും വന്നില്ല, ഒരു മനുഷ്യനില്ല. 11:30 ഷോയ്ക്ക് 11:26 കണിച്ചാറ് ദേവ് സിനിമാസിൽ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആക്കിയിട്ടില്ല, ഒരു മനുഷ്യക്കുഞ്ഞ് വന്നിട്ടില്ല. എന്താ അവസ്ഥയല്ലേ ഇത്? അല്ല, അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോഴേ നമ്മൾ ഇത്രയും ദൂരം നിന്ന് വരുമ്പം നമുക്കവിടെ വേറെ തിയേറ്ററിലല്ല. പിന്നെ ആരെങ്കിലും പറയും, ഷോ ഇരുന്ന ഒരാൾ പറയാം 11:30 11:30 ഷോയ്ക്ക് വന്നിട്ട് 11:30 ഷോയ്ക്ക്. എന്നാൽ പിന്നെ അവർക്ക് പറയാം ഷോ ഇല്ല എന്നൊരു വാക്ക് പറയുക. അതെവിടെയും പറഞ്ഞിട്ടില്ല, ഷോ ഇല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. 11:30 വരെ കാത്തിരുന്നു. ഇത്രയും ദൂരത്ത് നമ്മൾ പടത്തിന് വന്നിട്ട് തിയേറ്റർ വന്നു കഴിയുമ്പോൾ അവർ പറയുകയാണ് ഇനിയിപ്പം ആളായില്ല, ഷോ ഇല്ല. എന്നാൽ പിന്നെ കൗണ്ടർ ഓപ്പൺ ആക്കിയിട്ട് പറയാം, ആദ്യം പറയണവർ ഷോ ഇല്ല, ഷോ ഇടുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ നമുക്ക് വേറെ തിയേറ്റർ നോക്കി പോയായിരുന്നു. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ് പേരാവൂർ തിയേറ്ററുള്ളത്. തിയേറ്ററിൽ പോയി പടം കാണാം, അടുത്ത സിനിമ കാണാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇതുമാതിരി ശരിക്കും വൃത്തിയായിട്ട പരിപാടിയാണ്. കണിച്ചാറിൻ്റെ ആൾക്കാരെന്ന് പറയണം. ഈ ദേവ് സിനിമാസ് കണിച്ചാർ, ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ഓണർ ആരൊക്കെയാണെന്ന് വെച്ചാലേ ഒറ്റ മൈൻഡ്. നമുക്ക് ഏലപ്പിടി കിട്ടുമല്ലോ. ഏലപ്പിടിയെ പോയിട്ട് കപ്പ ബിരിയാണി കഴിച്ച് തിരിച്ചു വരാം. കിട്ടും. ഏലപ്പിടി പുതിയ കടയുണ്ട്. അല്ലെങ്കിൽ കപ്പ ബിരിയാണി നമ്മൾ നെയ്ച്ചോറ് കഴിക്കും. ഒറ്റ മൈൻഡ്. മഴ, ബൈക്കിൽ ഏലപ്പിടിയ. ഞാൻ ബാക്കി കാഴ്ച അവിടെ നിന്ന് കാണിച്ചു ഏലപ്പിടിയിൽ. നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങി നമ്മളെ തിരിച്ചു പോകാൻ പാടില്ല. ഓക്കെ, കണ്ണൂർ ഭാഗത്തുനിന്ന് വരുമ്പം നേരെ നെടുമ്പോഴി ചുരം കയറി കഴിയുമ്പോൾ ഇവിടെ വെൽക്കൻ്റെ വേണ്ടി ഏലപ്പിടിക്കാൻ ടൂറിസ്റ്റ് ബോർഡുണ്ട്. ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മളെ അങ്ങനെ നമ്മൾ ഏലപ്പിടിയെ മണ്ടക്കെത്തി കേട്ടോ. മണ്ടക്കെത്തിയില്ല, കുറച്ച് ട്രക്ക് ചെയ്യാനുണ്ട്. വണ്ടി അവിടെ വെച്ചിട്ട് കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. ചിലപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത് ഇവിടെ ഏലപ്പിടിയിലെ? എങ്ങനെയുണ്ട്? ആൾട്ടി മഴ വേണം. നമ്മൾ എന്നാലും മോളിൽ പോയി ബാക്കി വ്യൂസ് അവിടെ നിന്ന് കാണിച്ചു തരാവേ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഏലപ്പിടിയെ മണ്ടയ്ക്ക്. ഒരു 1/2 കിലോമീറ്ററോളം ട്രക്ക് ചെയ്യണം കേട്ടോ. ഏലപ്പിടിൻ്റെ മുകളിൽ തന്നെ അല്ലേ? എക്സ്ക്ലൂസീവ് കണ്ടന്റ് അല്ലേ? എടാ ഓഫായടാ 10%. നേരത്തെ 6% ആയിരുന്നല്ലോ. പാൻറ്റിൻ്റെ അകത്ത് വെച്ചപ്പോൾ 10%. ചാർജായി. മഴവെള്ളമല്ല, ചൂടായി ചാർജ്. അൾട്രാ പവറാണ്. എടാ നമ്മൾ ഒറ്റ മൈൻഡ്. സിനിമയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത പരിപാടി തൊട്ടടുത്ത് സ്പോട്ട് പിടിക്കുക, വൈബാക്കുക. നീ ഇതിലൂടെ വന്നിട്ടില്ലല്ലോ. സോ ഏലപ്പിടിയിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് പോയാൽ മതി. മോള് ചെല്ലുമ്പോൾ തന്നെ മിന്നലും അടിച്ചാൽ തീർന്നു. എടാ നാളത്തെ കാര്യം നാളെ, ഇന്നത്തെ കാര്യം ഇന്ന്. ലിവ് ഇൻ ദ പ്രസന്റ്, നോട്ട് ഇൻ ദ ഫ്യൂച്ചർ ഓർ ഇൻ ദ പാസ്റ്റ്. അത്രയൊക്കെ പറയാനുള്ളൂ. ഓരോ മൊമെൻറ്റുകളില്ലേ, ആ മൊമെൻ്റ് എൻജോയ് ചെയ്യുക. അല്ലാണ്ട് നാളെ എന്ത് സംഭവിക്കും,
മറ്റന്നാൾ എന്ന് സംഭവിക്കുന്നത് ജീവിച്ചാണല്ലോ ആ ഒരു ഷോക്കായിരിക്കും ലൈഫ്. ലീവ് ഇൻ ദ പ്രസൻറ്റ്, നോട്ട് ഇൻ ദ ഫ്യൂച്ചർ. ഓരോ നിമിഷവും ആഘോഷിക്കുക, അർമ്മതിക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ 1.5 കിലോമീറ്ററോളം നടന്ന് ഏലപ്പീടികൻ്റെ കുരിശുള്ള സ്ഥലത്തിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. കുറേ കാലം കൂടി നടന്നിട്ട് നല്ല കിടപ്പ്, നല്ല കാറ്റ്, നല്ല മഴ, അടിപൊളി ക്ലൈമറ്റ്. നമ്മൾ ഏലപ്പീടിക കുരിശിനെ വേണം. കുരിശ് വേറെ 2 കുരിശ്. എന്തായാലും വരണം, ഒരിക്കലും മിസ്സാക്കരുത്. അടിപൊളി സ്പോട്ടാണ്. കൊട്ടിയൂർ മിസ് വരുന്ന ആൾക്കാരെ കൊളക്കാട് നേരെ കയറിക്കോ. മിസ്സാക്കി പോയാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. മഴക്കാലത്ത് ഏറ്റവും അടിപൊളി സ്പോട്ടാണ് ഏലപ്പീടിക. അത് നോക്കി എന്നാ കോടയാന്ന് നോക്കി. ഈ കോട, ഈ മഞ്ഞ്, ഈ മഴ, ഈ തണുപ്പ്, ഈ കാറ്റ്, ഇതൊക്കെയല്ലേ ശരിക്കും ലൈഫിൽ ആസ്വദിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളിത് കാണുന്നുണ്ടോ ഗൈസ്? ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ഇത്രയും സുന്ദരിയായ ഒരു സ്പോട്ട്, നല്ല കാറ്റ്, കോട, താഴോട്ട് വലിയ കൊക്കയാണേ, ഒന്നും കാണത്തില്ല. നിങ്ങളത് കണ്ടോ ഗൈസ്? എൻജോയ്മെൻറ്റ് കാരണം ഭ്രാന്തായതാണ്. ആദ്യമായിട്ട് ഏലപ്പിടി കാണുന്നതാണേ. എന്തല്ലേ, ഫുൾ കോട, അടിപൊളി വൈബ്, അടിപൊളി മൂഡ്. ഏത് മൂഡ്? അങ്ങനെ നമ്മൾ കുരിശുമലേൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഏലപ്പിടിയിലെ കുരിശുള്ള സ്ഥലത്ത് നിന്ന് ചിറ്റാച്ചിപ്പാറയിലേക്ക് പോകണേ. അവിടുത്തെ വീഡിയോസിന് കാണിച്ചു തരാം. നല്ല മഴയാ. ഇതാണ് കാഴ്ച എടുത്ത രണ്ടാമത്തെ സ്പോട്ട്, ചിറ്റാച്ചിപ്പാറ. നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സിനിമയിൽ? ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ ഈ ഹിറ്റാച്ചി, അതുപോലെ ഈ ബിൽഡിങ് കാര്യങ്ങൾ. നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ പാൽത്തു ജാൻവർ എന്ന സിനിമയുണ്ട്, പാൽത്തു ജാൻവർ. സോ ആ പാൽത്തു ജാൻവർ സിനിമേൻ്റെ ഷൂട്ടിംഗ് നടന്ന ബേസിൽ ജോസഫ് കിടക്കാനുള്ള സ്ഥലങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. അവൻ്റെ റൂമായിട്ട് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തേക്കുന്ന സ്ഥലം ഇതാണ്, ഹിറ്റാച്ചിപ്പാറ എന്ന് പറഞ്ഞിട്ട്. ഇത് ഏലപ്പീടികേൻ്റെ മറ്റൊരു ബ്യൂട്ടിയാണ്. ണ്ടല്ലോ ഒരിക്കലെങ്കിലും ശരിക്കും മിസ്സാണ് ലൈഫിൽ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്നത്. കുറേ പണം സമ്പാദിക്കുക, കുറേ കാര്യങ്ങൾ ഇതാക്കാന്നല്ല, ദൈവാക്കി കൂട്ടുന്നൊരു കാര്യമൊന്നുമില്ല. കിട്ടുന്നത് കൊണ്ട് ലൈഫിൻ്റെ ഓരോ മൊമെൻറ്റ്സ് ഇങ്ങനെ എൻജോയ് ചെയ്യാം. പരമാവധി എൻജോയ് ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യും. കാരണം മരിച്ചു കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുന്ന നേരത്ത് ഈ ഉണ്ടാക്കി വെച്ച സ്വത്തോ സമ്പാദ്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഇങ്ങനത്തെ കുറച്ച് മെമ്മറീസ് എങ്കിലും ഉണ്ടാവും ബാക്കിയായിട്ട്. അല്ലെങ്കിൽ ഒരു റീലിൽ കണ്ട പോലെ കുറച്ച് കഴിഞ്ഞ് മരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, അല്ല എൻ്റെ മോനെ, നിനക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ നാട്ടിലുണ്ടാക്കിയിട്ടേക്കുന്നത്. ഇതൊന്നും കാണാണ്ട് ഇവിടെ എന്തോ മഞ്ഞ കൊഴിക്കുന്നുണ്ട്, ഇവിടെ എന്തോ സ്വർണം വെച്ചിട്ടുണ്ട്, ഇവിടെ പാലിൻ്റെ അരുവി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എന്താ കാര്യമുള്ളതെന്ന് പുള്ളി നമ്മളോട് ചോദിക്കും. അതിലും ബെറ്റർ ഉള്ള സമയത്ത് പരമാവധി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്താൽ ലൈഫ് എൻജോയ് ചെയ്യാം. ഓക്കെ, I'm next to blow. B to the I to the T, T to the B, B to the U, double the L. Me, I'ma sail like X to the blow. Mark my words, I'm next to blow. B to the I to the T, T to the B, B to the U, double the L. Me, I'ma sail like 5, 4, 3, 2, 1. About to catch another fight. Yeah. The apple bottom make 'em wanna bite. Yeah. I just wanna have a good night. I just wanna have a good night. Hold up, don't. അത് തന്നെ, ഇതെല്ലാം ആസ്വദിച്ചിട്ട് നാളെ പനിയും പിടിച്ചു കിടക്കണം. ആഹാ, അന്തസ്. നെടുമ്പോയി ചുരം. ബീഫായിട്ട് മിക്സ് കഴിക്കുമ്പോൾ സാധനം കൊള്ളാം. ഒരു 5 വർഷം കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറ് ഞാൻ നോക്കാൻ പറ്റുന്നതിന് ജസ്റ്റ് ആയിരിക്കും പറയുന്നത്. പാൽക്കപ്പ നമ്മൾ കഴിക്കുന്നുണ്ട്. സോ പാൽക്കപ്പയും ബീഫും കൂടെ കിട്ടുന്നത് ഒരു 80 കൊടുക്കുന്നു. പാൽക്കപ്പ ബീഫ് ഏറ്റവും കൂടുതൽ കേട്ടോ.
നെക്സ്റ്റ് വരുന്നത് പഴംപൊരി. പഴംപൊരി കപ്പയും ചിക്കനും മിക്സ് കഴിച്ചോളെ. കപ്പയും ചിക്കനും മിക്സ് യൂഷ്വലി കപ്പയും ചിക്കൻ കറി മിക്സ് എങ്ങനെ ഉണ്ടാവും കുറച്ചുള്ളൂ. പക്ഷേ ഇതിലുള്ള പാക്കത്തും ബീഫും അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ പഴംപൊരി ബീഫും അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു. നെയ്ച്ചോറ് ഇതിലും അവറേജ്, കപ്പയും ചിക്കൻ മിക്സ് അവറേജ്, മറ്റേത് സിഡു. നമ്മൾ ഫുഡ് ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു ഫുഡും വേസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാ പ്ലേറ്റും കാലിയായി. നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന് സൈഡിൽ തന്നെയുള്ള ഈ ഷോപ്പിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. റോസ് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഗൈസ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഏലപ്പീടിക വീഡിയോ. ചെറിയൊരു ഇൻസിഡൻറ്റ് കാരണം ഇങ്ങോട്ട് വന്നു പോയി. പക്ഷെ എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. അങ്ങനെ സംഭവം അടിപൊളിയായിരുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.